വരുന്നത് കാർത്തിക്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാകുന്ന ഒന്നാണത്. കാരണം നിലവിലെ ഊർജ പ്രതിസന്ധിക്ക് വലിയ പരിഹാരമാകുന്ന തരത്തിൽ എണ്ണ ഇന്ത്യയിലേക്ക് എത്തുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. നമുക്കറിയാമല്ലോ, എണ്ണയുടെ വില വർദ്ധിച്ചാൽ സ്വാഭാവികമായും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കും. അങ്ങനെയെങ്കിൽ ചരക്ക് നീക്കത്തിനുള്ള ചെലവേറും. ചരക്ക് നീക്കത്തിന് ചെലവേറിയാൽ എല്ലാത്തിനും വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടാവുന്ന പശ്ചാത്തലമാണോ ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുന്നത്? അഭിലാഷ്, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അമേരിക്ക ഇന്ത്യക്ക് താൽക്കാലിക അനുമതി നൽകിയിരിക്കുന്നു. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റാണ് ഇക്കാര്യം അറിയിച്ചത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ തന്നെ വ്യക്തമാക്കുന്നത് ഇത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു അനുമതിയല്ല, വളരെ ഹ്രസ്വകാലത്തേക്കുള്ള അനുമതിയാണ് എന്ന് ആ വാക്കുകളിലൂടെ വായിച്ചാൽ വ്യക്തവുമാണ്. നിലവിൽ മാർച്ച് 5 മുൻപ് എണ്ണ ടാങ്കറുകളിലേക്ക് മാറ്റിയ അസംസ്കൃത എണ്ണ അത് വ്യാപാരം ചെയ്യാനാണ് റഷ്യയ്ക്ക് അനുമതി. ഏപ്രിൽ 4 വരെ ഈ എണ്ണ ഇന്ത്യക്ക് വാങ്ങുകയും ചെയ്യാം. നിലവിൽ ഇത്തരം ഒരു അനുമതിയിലേക്ക് നയിച്ച സാഹചര്യം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധം തന്നെയാണ്. ഈ യുദ്ധം സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ അമേരിക്കയോട് ഇത്തരം ഒരു ഇളവ് ആവശ്യപ്പെട്ടത്. ആ ഇളവ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക ലൈസൻസ് അനുവദിക്കുകയും ചെയ്തത്. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അമേരിക്ക ഇതിലൂടെ ലക്ഷ്യമിടുന്ന ചില കാര്യങ്ങൾ. 2, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യക്ക് ഇത്തരം ഒരു ലൈസൻസ് എന്ത് തരത്തിലുള്ള നേട്ടമുണ്ടാക്കും? നമുക്ക് ആ 2 കാര്യങ്ങളിലേക്ക് വരാം. ആദ്യം, അമേരിക്ക ഇത്തരത്തിൽ ഒരു ലൈസൻസ്, അതായത് നമുക്കറിയാം യുക്രൈൻ അധിനിവേശത്തിന് മുൻപ് റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്ത എണ്ണയുടെ അളവ് 5% താഴെയായിരുന്നു. എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം ഇതിൽ വലിയ തോതിലുള്ള മാറ്റമുണ്ടാക്കി. ഏതാണ്ട് 2024 ഓഗസ്റ്റ് കാലഘട്ടത്തിൽ 42%-ഓളമായിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത എണ്ണയുടെ തോത്. അതായത് ഒരു ഘട്ടത്തിൽ 5% ഉണ്ടായിരുന്നത് അത് റഷ്യ യുക്രൈൻ യുദ്ധം അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ 42% വരെ എത്തി. എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദം കാരണം ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഗണ്യമായി കുറച്ചിരുന്നു. അതിന് അമേരിക്ക ചൂണ്ടിക്കാട്ടിയ കാരണങ്ങൾ പലതാണ്. റഷ്യ യുക്രൈൻ യുദ്ധം തുടരാൻ കാരണം ഇന്ത്യ ഇത്തരത്തിൽ എണ്ണ വാങ്ങുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള അത്തരത്തിലൊരു വിചിത്ര ന്യായം പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിയത്. ഇന്ത്യക്ക് മേൽ 2025 ഓഗസ്റ്റിൽ 50% പിഴ തീരുവ ചുമത്തി. പിന്നീട് ഒരു വ്യാപാര കരാറിലേക്ക് എത്തി. ആ വ്യാപാര കരാറിലേക്ക് എത്തുന്നതിന് അമേരിക്ക പ്രധാനമായും ആവശ്യപ്പെട്ടത് റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ഈ എണ്ണ ഗണ്യമായി കുറയ്ക്കണം, റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. ഒരു ഘട്ടം വരെ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇന്ത്യ കരാറിൽ ഏർപ്പെടുകയായിരുന്നു. പിന്നീട് നേരത്തെ ഏർപ്പെടുത്തിയ പിഴത്തീരുവ അത് 18%-ആയും പിന്നീട് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അത് 15%-ലേക്കും മാറി. എന്നാൽ ഇപ്പോൾ മുൻപ് ഉള്ള നിലപാടിൽ നിന്ന് അമേരിക്കയെ മാറി ചിന്തിപ്പിച്ചത് ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യമാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു. ഇതിലൂടെയാണ് എണ്ണ ഗതാഗതത്തിൻ്റെ പ്രധാന സഞ്ചാരപാത. ആ പാത അടച്ചതോടുകൂടി വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. മാത്രമല്ല, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ US അസറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങളിൽ പല റിഫൈനറികളെയും ഇതിനോടകം തന്നെ റിഫൈനറികളിൽ ആക്രമണം ഉണ്ടായി. ആ ആക്രമണം ബാധിക്കുകയും ചെയ്തു. സ്വാഭാവികമായും അമേരിക്ക കണക്ക് കൂട്ടുന്ന കാര്യം ഇതാണ്. അതായത് ഇത്തരത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുക, അതായത് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സമ്മർദ്ദ തന്ത്രമായി വേണം ഈ റിഫൈനറികൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങളെ കാണാൻ. ഇത്തരത്തിൽ റിഫൈനറികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ തുടരുക, അതിലൂടെ ആഗോള തലത്തിൽ ഒരു ഊർജ്ജ പ്രതിസന്ധി സൃഷ്ടിക്കുക, അങ്ങനെ ഇറാൻ ലക്ഷ്യമിടുന്നു എന്ന് അമേരിക്ക മുൻകൂട്ടി കാണുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഇന്ത്യക്ക് താൽക്കാലിക ഇളവ് അനുവദിക്കാനുള്ള ഒരു തീരുമാനത്തിന് പിന്നിൽ. മറ്റൊന്ന്, നിലവിലെ സാഹചര്യത്തിൽ ഈ താൽക്കാലിക ലൈസൻസ് ഇന്ത്യക്ക് എന്തുതരം നേട്ടങ്ങൾ ഉണ്ടാക്കും എന്നതാണ്. ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള 40% എണ്ണയുടെയും വരവ്. കടലിടുക്ക് അടച്ചതോടുകൂടി ഇതിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു. നിലവിൽ 25 ദിവസം മുതൽ 30 ദിവസത്തേക്കുള്ള കരുതൽ ശേഖരം മാത്രമേ ഇന്ത്യയുടെ പക്കൽ ഇപ്പോൾ എണ്ണയുടെ കാര്യത്തിൽ ഉള്ളൂ. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയതുമാണ്. 25 ദിവസത്തിനപ്പുറം എന്നത് സംബന്ധിച്ചൊരു ആശങ്കയുണ്ടായിരുന്നു. എണ്ണ ഗണ്യമായി കിട്ടുന്ന എണ്ണയുടെ അളവ് ഗണ്യമായി കുറയും. അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കും. അത് പിന്നീട് വിലക്കയറ്റത്തിന് ഇടവയ്ക്കും. അത് വലിയ തോതിലുള്ള പ്രതിസന്ധികൾ പിന്നീട് ഉണ്ടാക്കുകയും ചെയ്യും. ആ പശ്ചാത്തലത്തിലാണ് ഈ താൽക്കാലിക ഇളവ് ഇന്ത്യക്ക് ഏറെ നിർണായകമാകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ റഷ്യ ഇക്കാര്യത്തിൽ ചില വ്യക്തതകൾ വരുത്തിയിരുന്നു. അതായത്
മാർച്ച് 5-ന് മുൻപ് ഇത്തരത്തിൽ റഷ്യയുടെ എണ്ണ ടാങ്കറുകളിലേക്ക് മാറ്റിയ അസംസ്കൃത എണ്ണ സിംഗപ്പൂർ കടലിടുക്കിലും അതോടൊപ്പം തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും വിവിധ സ്ഥലങ്ങളിലായി ഇപ്പോൾ കുടുങ്ങിക്കിടപ്പുണ്ട്. ഈ എണ്ണ ഇന്ത്യയുമായി വ്യാപാരം ചെയ്യുന്നതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം റഷ്യ വ്യക്തമാക്കിയിരുന്നു. ഏതാണ്ട് 95 ലക്ഷം ബാരൽ എണ്ണയാണ് ഇത്തരത്തിൽ ഇപ്പോൾ വിവിധ സമുദ്രാതിർത്തികളിൽ ഉള്ളത്. ഇത് ഇന്ത്യയിലേക്ക് അയക്കാൻ കാലതാമസം ഉണ്ടാകില്ല എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും പുതിയ പശ്ചാത്തലത്തിൽ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്കും അതോടൊപ്പം തന്നെ സ്വകാര്യ എണ്ണ കമ്പനികളും റഷ്യയിൽ നിന്ന് ഈ എണ്ണ വാങ്ങാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. 2 ദിവസത്തിനുള്ളിൽ തന്നെ 14 ലക്ഷം ബാരൽ എണ്ണ 2 കപ്പലുകളിലായി ഇന്ത്യയിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും ഒരു 2 കോടി ടൺ 2 കോടി ബാരൽ ഇറക്കുമതി ചെയ്യാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്ന തരത്തിലുള്ള കണക്കുകളും പുറത്തു വരുന്നു. എന്തായാലും ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ, നിലവിൽ യുദ്ധം സൃഷ്ടിച്ച പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുന്നതാണ് അമേരിക്കയുടെ ഈ താൽക്കാലിക ലൈസൻസ്. അഭിലാഷ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാകുന്ന ഒന്ന്, നേട്ടമാകുന്ന ഒന്ന്, പ്രത്യേകിച്ച് യുദ്ധസമയത്ത് ഇന്ത്യയുടെ എണ്ണ കരുതൽ ശേഖരം എന്നത് ഇനി ഏതാണ്ട് 1 മാസത്തേക്ക് മാത്രം എന്ന നിലയിൽ ശേഷിക്കുമ്പോൾ ആണ് ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നത്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ എണ്ണ ഇന്ത്യയിലേക്ക് എത്തും. അത് രാജ്യത്ത് വിലക്കയറ്റം അടക്കം തടഞ്ഞു നിർത്തുന്നതിൽ നിർണായകമാകും. അതേസമയം നിരവധി ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് വസ്ത്ര മേഖലയിൽ അടക്കം നിരവധിയായ കപ്പലുകൾ ഇപ്പോഴും ആ യാത്ര തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. അതിൽ ചില കപ്പലുകൾ എങ്കിലും തിരിച്ച് ഇന്ത്യൻ തീരത്തേക്ക് തന്നെ എത്തേണ്ട പശ്ചാത്തലമാണുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ വിപണിയിൽ തന്നെ ആ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരം പ്രതിസന്ധി കൂടി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രതികൂലമാകുന്ന ഒന്ന് എന്നത് എണ്ണ തന്നെയാണ്. അതുകൊണ്ടാണ് എണ്ണ നീക്കം ഇന്ത്യയിലേക്ക് തടസ്സമില്ലാതെ തുടരുന്നുവെങ്കിൽ അത് വലിയ തോതിൽ രാജ്യത്തിനും ജനങ്ങൾക്കും ഗുണകരമാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.